ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോൾഡർ മൂവി റിവ്യൂ ചാനൽ. ഇന്ന് പറയാൻ പോകുന്നത് ശംഷേർ എന്ന സിനിമയുടെയാണ്. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് രൺബീർ കപൂർ, വാണി കപൂർ, അതിനെനിക്കറിയാം എന്നാലും പറയുന്നത്. പിന്നെ സഞ്ജയ് ദത്ത്, രോനിത് റോയ് ഒക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ആവറേജ് മൂവി ഫോർ മീ. പടം ഇന്നത്തിൽ രൺബീർ കപൂറിൻ്റെ ഫസ്റ്റ് ഹാഫ് കൊള്ളാം. രൺബീർ കപൂർ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഡബിൾ റോളാണ്, അത് മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. സഞ്ജയ് ദത്ത് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ സ്കോർ ചെയ്തിട്ടുണ്ട്, പക്ഷേ സെക്കൻഡ് ഹാഫ് കട്ട ശോക വില്ലനാണ്. പിന്നെ ബാക്കി എല്ലാവരും അവരുടെ മാക്സിമം വെറുപ്പിക്കലിനുള്ള അവാർഡ് ഈ സിനിമയ്ക്ക് കിട്ടും. അവർക്ക് ഒക്കെ അഭിനയിച്ചവർക്ക് ഒരു ഹിസ്റ്റോറിക്കൽ മൂവി എന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരുന്നത്. എൻ്റെ ഡയറക്ടർ ആരാന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്താ ഇങ്ങനെ തെറി വിളിച്ചു വന്നാലും അതുകൊണ്ട് ഓരോരുത്തർ തണ്ടികൾക്ക് ഓരോ പ്രാന്ത് ചെയ്യും. പിന്നെ മ്യൂസിക് ബൈ മിഥുൻ. അയ്യോ പേര് വന്നായിരിക്കും. മിഥുൻ എന്തൊരുവാണ് അങ്ങനെ പറയാ വിചാരിക്കണം. ഗഡർ 2 മ്യൂസിക് ചെയ്തവനാടേ. അവൻ്റെ മ്യൂസിക് പൊളിച്ചിട്ടുണ്ട്. BGM കൊള്ളാം. BGMs നല്ല സ്കോർ ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കും നല്ല സ്കോർ ചെയ്തിട്ടുണ്ട്. വിഷ്വൽ എഫക്ട്സ് ഒക്കെ അടിപൊളി തോന്നുന്നു. പക്ഷേ എഫക്ട്സ് അടിപൊളി എഫക്ട്സ് ചെയ്യുന്നതിനോട് എനിക്ക് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനിയും അവർ ഇത് ചെയ്യട്ടെ. സ്റ്റണ്ട് ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് ആദ്യത്തെ സ്റ്റണ്ട് കൊള്ളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. സ്വാതന്ത്ര്യ സമരം തന്ന അതേക്കുറിച്ചുള്ളൊരു പടം. ഹിസ്റ്ററി മൂവിയാണ് എന്ന് മാത്രം. പടത്തിൽ പിന്നെ സ്കോർ ചെയ്തതിന് എഡിറ്റിങ് നല്ല സ്കോർ ചെയ്തിട്ടുണ്ട്. എഡിറ്റർ യു ആർ ദ ബെസ്റ്റ് എഡിറ്റർ ഉണ്ടെന്ന് ഞാൻ പറയൂല. ഇന്ത്യ എന്ന് പറയൂല, വേണമെങ്കിൽ എന്താ ബോളിവുഡ് എന്ന് പറയാം. സത്യം കിട്ടും. എൻ്റെ എഡിറ്ററായാലും ശ്രദ്ധിച്ചിട്ടുണ്ട്. സോറി. സ്ക്രീൻ പ്ലേ ഫസ്റ്റ് ഹാഫിൽ സ്കോർ ചെയ്തു. സെക്കൻഡ് ഹാഫിൽ അടുത്ത സീൻ കൊള്ളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് സ്ക്രീൻ പ്ലേ ശോകമായിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി ഞാൻ പറഞ്ഞല്ലോ പൊളി. കാരണം അത് ആദ്യം തൊട്ട് അവസാനം വരെ സ്കോർ ചെയ്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫർ. പിന്നെ ക്യാമറമാനെ തല്ലിക്കൊല്ലണം. ഈ പടം എങ്ങനെയാണ് തല്ലിക്കൊല്ലണം എന്നല്ല, അയാൾ എങ്ങനെ ഈ സിനിമ സഹിച്ചു, അല്ലെങ്കിൽ ഈ സിനിമയിലോട്ട് എങ്ങനെ ക്യാമറമാനായിട്ട് വരാമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വേറൊന്നുമില്ല. പടം ശോകം, ആവറേജ് പടം അത് മാത്രമേ പറയാനുള്ളൂ. കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ രേഖപ്പെടുത്തുക. താങ്ക് യു. അപ്പോൾ ബൈ ഡെൽറ്റ ഓസ്കസ്.